CPM രാഷ്ട്രീയമായി ശക്തിപ്പെടുന്നത് എപ്പോഴാണ്? ഭരണത്തിലിരിക്കുമ്പോഴോ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴോ? ഉറപ്പായും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദൻ നടത്തിയ ഇടപെടലുകളെയും അത് കേരളത്തിൽ നടത്തിയ സ്വാധീനത്തെയും ഓർക്കാം. VS എന്ന ക്ലാസിക്കൽ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് VS എന്ന ജനനായകനിലേക്കുള്ള വളർച്ച നമ്മൾ കണ്ടതാണ്. പരാജയം VSന് ഊർജമായി. 10 വർഷം CPM ഭരണത്തിലായിരുന്നു. SFIയും DYFIയും ഒക്കെ ഏതാണ്ട് നിർജീവവും. സ്വന്തം സർക്കാരിനെതിരെ എങ്ങനെ സമരം ചെയ്യും? എതിരാളികൾ സൂക്ഷിക്കേണ്ടത് ഭരണത്തിലിരിക്കുന്ന CPMനെയല്ല, ഭരണം നഷ്ടപ്പെട്ട CPMനെയാണ്. 5 വർഷം കൊണ്ട് CPM 10 മടങ്ങ് കരുത്തരാകുമെന്ന് പറയുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെയാണ്. അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസം SFI പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇപ്പോഴിതാ പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡും. CPMന് കോൺഗ്രസിനെയും BJPയെയും അടിക്കാൻ കിട്ടിയ നല്ല വടിയാണ് ഈ റെയ്ഡ്. CPMന് സംഘടനാപരമായ ശക്തി തെളിയിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം. ഒരു നിമിഷം കൊണ്ട് പിണറായി, ഗോവിന്ദൻ വിമർശനമൊക്കെ പോയി. അണികൾ ഒറ്റക്കെട്ടായി പാർട്ടിയെ പ്രതിരോധിക്കാൻ തെരുവിലിറങ്ങിയിരിക്കുന്നു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം 12 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് റെയ്ഡ്. കോൺഗ്രസും BJPയും ചേർന്ന് നടത്തുന്ന നീക്കമാണ് എന്ന പ്രചാരണമാണ് CPM നടത്തുന്നത്. സ്വകാര്യ കമ്പനിയായ CMRLൽ നിന്ന് സേവനം നൽകാതെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തലാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും കേസ് ഏറ്റെടുത്തതോടെ ഇത് അതീവ ഗുരുതരമായ ഒരു നിയമ പോരാട്ടമായി മാറുകയായിരുന്നു. 2019 നടന്ന ഈ പരിശോധനയ്ക്ക് ശേഷം കമ്പനിയുടെ അക്കൗണ്ടുകൾ സൂക്ഷ്മമായി വിലയിരുത്തിയപ്പോഴാണ് രാഷ്ട്രീയ നേതാക്കൾക്കും പ്രമുഖർക്കും വൻതോതിൽ പണം നൽകിയെന്ന രേഖകൾ പുറത്തു വന്നത്. ഇതിൽ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഒരു സേവനവും നൽകാതെയാണ് ഈ തുക കൈമാറിയതെന്ന ആദായ നികുതി ബോർഡിന്റെ നിരീക്ഷണം പുറത്തു വന്നതോടെയാണ് ഈ വിഷയം രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത്. എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് IT മേഖലയുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി സേവനങ്ങൾ നൽകാനായി CMRL പണം നൽകിയെന്നാണ് വീണയുടെയും CMRLന്റെയും വിശദീകരണം. 3 വർഷത്തെ കരാറിന്റെ അടിസ്ഥാനത്തിൽ 1.72 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ തുകയ്ക്ക് പകരമായി എന്ത് സേവനമാണ് എക്സാലോജിക് നൽകിയതെന്ന് തെളിയിക്കുന്ന കൃത്യമായ രേഖകളോ ഡിജിറ്റൽ തെളിവുകളോ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. വിഷയം നിയമപരമായും രാഷ്ട്രീയവുമായി നേരിടുമെന്ന് CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോകും എന്നുറപ്പാണ്. 10 വർഷത്തെ ആലസ്യത്തിൽ നിന്ന് പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പായി നിലവിലെ ED റെയ്ഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.